ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് കുറച്ച് കറികൾ നമ്മൾ പതിവ് പോലെ ചെയ്യുന്നതിനെക്കാട്ടിൽ വ്യത്യാസമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തും നമുക്ക് ഇത് പ്രത്യേക ഒരു ടേസ്റ്റോടു കൂടി തയ്യാറാക്കാം. നമ്മളിത് മത്തിമീനാണ്, നെയ്ച്ചാള എന്ന് പറയും. അതിൽ നമ്മൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുമൊക്കെ ചേർത്ത് കുറച്ചൊന്ന് പുരട്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് പുരട്ടി പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. കുറച്ച് സവാള കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു വാഴയിലെ ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് മീനൊക്കെ ചേർക്കാം. നമുക്കൊന്ന് ചൂടുള്ള ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ലപോലെ എല്ലാം പാടി വരും. മീനിപ്പം പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിന് നല്ലപോലെ മുളകും ഇരിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ചട്ടിയിൽ വാഴയിൽ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് കുറച്ച് പുളിയും ചേർത്ത് നല്ലപോലെ ഒന്ന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ വാഴയിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രത്യേക മണമാണ്. നമ്മളെന്നും ചട്ടിയിൽ വെച്ച് കഴിക്കുന്നതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഈ കറിക്ക് വളരെ ടേസ്റ്റ് തോന്നിക്കും. അപ്പം നമുക്കിത് വേണ്ടുന്ന സവാള കുറച്ചേറെ ചേർത്താലും ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ചേർത്ത് ഇനി കുറച്ച് പുളിയും ചേർക്കണം. ഇഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചെറുതായി കട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് ചെറുതായിട്ട് കടിക്കുമ്പോഴും നമ്മൾക്ക് നല്ല ടേസ്റ്റാണ്. അതിന് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ച് അത് കുറച്ച് ഏറെ വെളുത്തുള്ളി ചേർത്താലും നല്ലതാണ്. ഇഞ്ചി ആവശ്യത്തിന് ചേർത്താൽ മതിയാവും. വെളുത്തുള്ളി കുറച്ചേറെ ചേർത്താലും നല്ലതാണ്. മുകളിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ഈ കൂട്ടിനൊക്കെ വളരെ ടേസ്റ്റാണ്. നമുക്കിനിയും പുളിയും ചേർക്കാം. പുളിക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. മീനിനും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പുരട്ടിയാണ് ആദ്യം തന്നെ എടുത്തിരിക്കുന്നത്. ഈ പുളിക്കും ഈ സവാളയ്ക്കും വേണ്ടുന്ന കുറച്ച് ഉപ്പും കൂടെ നമ്മൾ രണ്ടാമത് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ അടച്ച് അധികം ആവി വെളിയിൽ പോകാത്ത രീതിയിൽ അടയ്ക്കുന്ന ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നമ്മൾ സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. കുറച്ച് സമയം എടുത്ത് വേവിച്ചെടുക്കാം. പുളിവെള്ളമൊക്കെ കുറച്ച് വറ്റി വരുമ്പം നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർക്കാം. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താൽ മതിയാവും. അതും നല്ലപോലെ നമുക്കൊന്നും കൂടെ ഇനി അടച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ആ തേങ്ങാപ്പാൽ വറ്റുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. ഈ തേങ്ങാപ്പാലിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വയ്ക്കണം. ഇതൊന്ന് വറ്റിക്കഴിയുമ്പോൾ നമുക്ക് ഇനിയും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലെല്ലാം അതിൽ ചേർക്കാം. ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ഒരു കപ്പ് തേങ്ങാപ്പാൽ മതിയാവും. 2-3 വട്ടമായിട്ട് കുറച്ച് ചേർത്ത് നമുക്കിത് വറ്റിച്ചെടുക്കാം. വളരെ ടേസ്റ്റാണ്. ഇതങ്ങനെ തിരിച്ചിടണമെന്നൊന്നുമില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അടിയിലുള്ള ഗ്രേവിയെല്ലാം മേളിലോട്ട് കോരി ഒഴിച്ചതിന് ശേഷം വീണ്ടും അടച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലെല്ലാം വറ്റി മീൻകറി നല്ല ടേസ്റ്റായിട്ടും നല്ല മണമായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് ഇനി നമുക്കിത് കഴിക്കാൻ പാകമായിട്ടുണ്ട്. അങ്ങനെ നല്ല സ്വാദുള്ളൊരു മത്തി വറ്റിച്ചതാണ്, തേങ്ങാപ്പാലിൽ വറ്റിച്ചതാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കറിയും കൂടെ തയ്യാറാക്കാം. മത്തി വറ്റിച്ച് തേങ്ങാപ്പാലിൽ വറ്റിച്ച് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ വളരെ ടേസ്റ്റാണ്. നമ്മൾ കുരുമുളകിൻ്റെ മണമൊക്കെ നല്ല മണമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു കറി തയ്യാറാക്കാം. ഇത് നമ്മൾ മുരിങ്ങയ്ക്കയും തക്കാളിക്കയും പച്ചമുളകും എടുത്തിരിക്കുന്നത് നമ്മളൊന്ന് കീറി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് നല്ലപോലെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് നമുക്ക് പൊതുവേ ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി തേങ്ങയുടെ കൂടെ അരച്ചാണ് എടുക്കുന്നത്. പക്ഷേ നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ജീരകവും അരപ്പിൽ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജീരകവും കുറച്ച് നമ്മൾ കാഷ്യൂനട്ട്, വലിയ നട്ട്സ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബേബി കിറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും, അതോ ചേർത്ത് നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചാലും ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഈ കറികളെയൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രത്യേക രുചിയായിട്ട് വേറൊരു കറി പോലെ നമുക്ക് തയ്യാറാക്കാം. സാധാ നമ്മുടെ വീട്ടിൽ എന്നും വയ്ക്കുന്ന കറികൾക്ക് നമുക്കിങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അതൊരു വളരെ ടേസ്റ്റുള്ളൊരു കറിയായി മാറും. നമുക്കിന്ന് തേങ്ങയുടെ കൂടെ എന്തെല്ലാം അരയ്ക്കാൻ നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് മല്ലിപ്പൊടി കുറച്ച് വേണം.
കൂടുതൽ മല്ലിപ്പൊടി വേണ്ട, കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതി. നമുക്ക് മുളക് പൊടി എരിക്ക് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ല കളറും ഉണ്ടാവും, ആവശ്യത്തിന് എരിയും ഉണ്ടാവും. ഇത് നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ വേണ്ടുന്നത് കുറച്ച് ജീരകവും ചേർത്ത് ഈ കാഷ്യൂവിൻ്റെ ബേബി ബിറ്റ്സ് നമുക്ക് നല്ലപോലെ കഴുകി അതും ഒരു വലിയ സ്പൂൺ ചേർക്കാം. തേങ്ങയുടെ കൂടെ അരച്ചെടുക്കാം. ഇത് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. ഇതിങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾ കുറുമയും ചിക്കൻ കുറുമയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും ഒക്കെ ഇതും അരച്ച് ചേർത്താൽ വളരെ ടേസ്റ്റാവും. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്ത് വേണം നമ്മൾ ചേർക്കേണ്ടത്. അങ്ങനെ എല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കറികൾക്കൊക്കെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങയുടെ കൂടെ ഇതും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം മുരിങ്ങയ്ക്കും തക്കാളിക്കൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പും നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് തക്കാളിക്കയുടെ പുളി മതിയാവും. വേണമെന്നവർക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു തക്കാളിക്ക് അധികം ചേർത്താലും മതി, കുറച്ച് പുളിയും കൂടെ ചേർത്താലും നല്ലതായിരിക്കും. ഇത് നല്ലപോലെ തിളച്ച്, അധികം ഒരുപാട് തിളച്ച് പോകണ്ട, തിളച്ച ഉടനെ തന്നെ നമുക്കിത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത കറിയുടെ കൂട്ട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ചാൽ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കടുകും തളിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിന് നല്ല മണമാണ്. നമുക്ക് ഒരു നുള്ളു ഉലുവാപ്പൊടി ചേർത്താലും നല്ലതാണ്. അല്ലെങ്കിൽ കടുക് താളിക്കുമ്പോഴും ഒരു 2-3 ഉലുവ ചേർത്ത് കടുക് താളിച്ചാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ കറി പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടുകും താളിക്കാം. അങ്ങനെ മുരിങ്ങയ്ക്ക കറിയും നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. നമുക്കിനി കുറച്ച് അവിയലും കൂടെ തയ്യാറാക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേമ്പോ കാച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പീസ് വേണമെങ്കിൽ ചേർക്കാം. അതും ഒരു വെറൈറ്റിയാണ്. അങ്ങനെ നമ്മൾ എപ്പോഴും ചേർക്കാത്ത മലക്കറികളും ചേർത്തും നമുക്ക് അവിയൽ തയ്യാറാക്കാം. പടവലങ്ങയൊക്കെ കുറച്ചേറെ ചേർത്താലും നല്ലതാണ്. ചേമ്പൊക്കെ ചേർക്കുമ്പോൾ 1-2 പീസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ ചീനി വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ അവിയലിൻ്റെ കൂട്ടത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താലും വളരെ ടേസ്റ്റാണ്. കിഴങ്ങ് ചേർക്കുന്നതിൽ കിഴങ്ങ് മാത്രം ചേർത്താലും മതിയാവും. നമുക്ക് തിളച്ച് വരും ഉപ്പും ചേർത്ത് നമ്മളത് അടച്ച് വേവിക്കാം. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് സാദാ അവിയലിൻ്റെ അരപ്പ് തന്നെയാണ്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, നമുക്കൊരു കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് പുളിക്ക് പകരം നമ്മൾ മാങ്ങയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പും ചേർക്കാം. ഇതിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക, കത്തിരിക്ക, സാദാ വാഴയ്ക്ക അങ്ങനെയുള്ളതും ചേർത്തിട്ടുണ്ട്. നമ്മളൊരു കിഴങ്ങും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ചേമ്പ് ചേർത്താലും നല്ലതാണ്. മരച്ചീനി നല്ലതാണ്, ചേനയും നല്ലതാണ്. ചേന ഇടാതെ മറ്റുള്ളത് ചേർക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിനി അരപ്പും ചേർത്ത് ഇത് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന അവിയലാണ്. ഇത് ചോറി പുരട്ടി കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നമുക്കിനി അരപ്പും ചേർത്ത് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി പുളി ചേർക്കേണ്ടതില്ല. അരപ്പെല്ലാം ചേർത്ത് നമുക്ക് കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടിരുന്നാലും ഈ അവിയലിന് വളരെ ടേസ്റ്റാണ്. ചോറി പുരട്ടി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റാണ്. നമുക്ക് അധികം വറ്റിച്ച് കളയണ്ട, ആ ചാറോടെ കൂടെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ അവിയലും റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ചേർക്കണം. ഇപ്പം തന്നെ അവിയൽ നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിനി കറിവേപ്പിലയും ചേർത്ത് പച്ചവെളിച്ചെണ്ണയും ചേർക്കാം. അവിയലെല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേറെ കറിവേപ്പിലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. നമുക്ക് സാധാ വയ്ക്കുന്ന നമ്മുടെ കറികളിലെല്ലാം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ അവിയലിനകത്ത് വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ ഏറെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഏറെ ചേർത്തിട്ടും ഈ അവിയലിന് വളരെ ടേസ്റ്റായിരുന്നു. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.